ഏവർക്കും സ്വാഗതം. ഇന്ന് 2026 മാർച്ച് 2-ാം തീയതി നോമ്പുകാല ചിന്തകളുടെ 13-ാം ഘട്ടത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തു കൊള്ളട്ടെ. നോമ്പുകാലം കുറെ കൂടെ സർഗാത്മകമായും ക്രിയാത്മകമായും ചിന്തിക്കണമെന്നും അത് വർജിക്കുന്നതിൻ്റെ അവസ്ഥയല്ല ആർജിക്കുന്നതിൻ്റെ അവസ്ഥയാകണമെന്നുമുള്ള പൊതുവായ ചിന്തകളെ നാനാമുഖമായ വിധത്തിൽ കണ്ട് അതിൻ്റെ അനുഭവ ആത്മീയ സാധ്യതകൾ പരിചയപ്പെടുക എന്നതാണ് ഈ പരമ്പരയുടെ ആകമാനമായ ലക്ഷ്യം. അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഇന്ന് നോമ്പുകാലത്തെ പ്രത്യേകമായ ശ്രദ്ധ മനുഷ്യർക്ക് ആവശ്യമായ വ്യക്തിത്വത്തിൻ്റെ രോഗശാന്തി ആയിരിക്കണം എന്ന ആശയമാണ് എനിക്ക് നിങ്ങളുമായി പങ്കിടാനുള്ളത്. ശരീരത്തിനും മനസ്സിനും രോഗശാന്തി വേണമെന്ന് പൊതുവായി തിരിച്ചറിയുന്നുണ്ട്. അതിനുള്ള ക്രമീകരണങ്ങൾ ഒരു പരിധി വരെ നമ്മുടെ വൈദ്യശാസ്ത്രം, ആശുപത്രിയിൽ കൂടെയും അതിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, അങ്ങനെയുള്ള നല്ല നല്ല സേവനം ചെയ്യുന്ന ആളുകൾ കൂടെ നമുക്ക് ലഭ്യമാണ്. പക്ഷേ വ്യക്തിത്വത്തിൽ രോഗശാന്തി വേണം എന്നതാണ് ആത്മീയതയുടെ തിരിച്ചറിവ്. അത് പ്രാപിക്കുക എന്നത് സർവലൗകികമായ മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യമാണ്. കാരണം ലോകത്തെമ്പാടും മനുഷ്യൻ അനുഭവിക്കുന്ന അരിഷ്ടതയുടെ പ്രധാനപ്പെട്ട കാരണം എല്ലാ വ്യക്തികളും അവരുടെ വ്യക്തിത്വത്തിൽ രോഗികളാണ് എന്നതാണ്. ആ ഒരു യാഥാർത്ഥ്യം പരിചയപ്പെടുകയും അതിൽ നിന്ന് വ്യത്യസ്തമായി സൗഖ്യം പ്രാപിച്ചവരായി ശിഷ്ടമുള്ള നാളിൽ ജീവിപ്പാൻ നമുക്ക് ഇടയാകത്തക്കവണ്ണം ഇന്നത്തെ ചിന്ത പ്രയോജനപ്പെടട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഈ ചിന്തയിലേക്ക് ഒരിക്കൽ കൂടെ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇതിന് ഏതാണ്ട് ഒരു ചട്ടക്കൂട് നിർമ്മിക്കുന്നതിന് വേണ്ടി ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവം, അതായത് യേശു 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുന്ന സംഭവം. അതിൽ സൂചിപ്പിച്ചിരിക്കുന്ന, വളരെ സൗമ്യമായി സൂചിപ്പിച്ചിരിക്കുന്ന ഒരു വലിയ വ്യത്യാസം, അത് പരിഗണിച്ചുകൊണ്ട് ഈ ചിന്തയുടെ വിവിധമായ ഭാഗങ്ങളിലേക്ക് നമുക്ക് മുന്നേറാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അവിടെ ഈ യേശു സൗഖ്യമാക്കിയ 10 പേരോട് യേശു ആദ്യം പറയുന്നത്, നിങ്ങൾ പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുപ്പീൻ. കാരണം അന്നത്തെ കാലത്ത് പുരോഹിതന്മാരാണ് ഇവർക്ക് സൗഖ്യമുണ്ടായി എന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഡോക്ടേഴ്സാണ്, അന്ന് പുരോഹിതന്മാരായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് സൗഖ്യമായി, നിങ്ങൾ ശുദ്ധി പ്രാപിച്ചു. സൗഖ്യമായെന്നപ്പോൾ പറയുന്നില്ല, നിങ്ങൾ ശുദ്ധി പ്രാപിച്ചു, പക്ഷേ അത് സർട്ടിഫൈ ചെയ്യാനുള്ള അധികാരം പുരോഹിതർക്കായിട്ട് മാറ്റി വെച്ചിരിക്കുക. നിങ്ങളെ ശുദ്ധമാക്കാനുള്ള കഴിവ് അവർക്കില്ല. പക്ഷെ നിങ്ങൾ ശുദ്ധമായി കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് എന്ന് ഒരു സർട്ടിഫിക്കറ്റ് നൽകാൻ അവർക്ക് മാത്രമേ അവകാശമുള്ളൂ. അതുകൊണ്ട് അവരെ അവഗണിച്ചാൽ നിങ്ങൾ കൂടുതൽ പ്രയാസത്തിലായിത്തീരും. കൊണ്ട് പോയി നിങ്ങളെ തന്നെ അവർക്ക് കാണിച്ചു. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. 15-ാം വാക്യം, 16-ാം വാക്യം. അവരിൽ ഒരുത്തൻ, അതിന് മുൻപ് 14-ാം വാക്യം തൊട്ട്, അവൻ അവരെ കണ്ടിട്ട്, നിങ്ങൾ പോയി പുരോഹിതർക്ക് നിങ്ങളെ തന്നെ കാണിപ്പീൻ എന്ന് പറഞ്ഞു. യേശു ഈ 10 കുഷ്ഠരോഗികളോട് അവർ സൗഖ്യം പ്രാപിക്കാനുള്ള താല്പര്യത്തിൽ യേശുവിനെ സമീപിച്ചപ്പോൾ അവൻ അവരെ കണ്ടിട്ട്, നിങ്ങൾ പോയി പുരോഹിതർക്ക് നിങ്ങളെ തന്നെ കാണിപ്പീൻ എന്ന് പറഞ്ഞു. പോകയിൽ തന്നെ അവർ ശുദ്ധരായി തീർന്നു. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ ശ്രദ്ധയോടെ പരിഗണിച്ചാൽ മാത്രമേ ഇതിൻ്റെ വളരെ മനോഹരമായ ആഴമേറിയ സത്യം നമുക്ക് മനസ്സിലാകുകയുള്ളൂ. പോകയിൽ തന്നെ അവർ ശുദ്ധരായി തീർന്നു. 15-ാം വാക്യത്തിൽ എന്താണ് പറയുന്നത്? അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ടിട്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവൻ്റെ കാൽക്കൽ കവിൾ വീണ്
അവന് നന്ദി പറഞ്ഞു. അവനോ ശമര്യക്കാരനായിരുന്നു. 10 പേർ ശുദ്ധരായി തീർന്നല്ലയോ? 9 പേർ എവിടെ എന്ന് യേശു ചോദിച്ചു. അപ്പോൾ ഇവിടെ 2 വാക്കുകളാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, അവർ ശുദ്ധരായി തീർന്നു. രണ്ടാമത്, സൗഖ്യം പ്രാപിച്ചു. സൗഖ്യം പ്രാപിച്ചു. വാസ്തവത്തിൽ 10 പേരിൽ 10 പേരും ശുദ്ധരായി തീർന്നെങ്കിലും പൂർണ്ണമായി സൗഖ്യം പ്രാപിച്ച ഒരാൾ മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. അവൻ മടങ്ങി വന്ന് യേശുവിനെ ആരാധിച്ചവനാണ് എന്ന വ്യത്യാസം നാം പ്രത്യേകമായി പരിഗണിച്ചാൽ മാത്രമേ സംഭവത്തിൻ്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാകുകയും നമ്മുടെ പ്രധാനപ്പെട്ട വിഷയമായ ലോകത്തിലുള്ള എല്ലാവർക്കും അവരുടെ വ്യക്തിത്വത്തിൽ രോഗശാന്തി ആവശ്യമാണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുവാൻ ഇടയാകുകയും ചെയ്യുകയുള്ളൂ എന്നതാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാം. ഇനിയും മനുഷ്യരുടെ വ്യക്തിത്വത്തിൽ സ്ഥിതി ചെയ്യുന്ന രോഗം എന്താണ്? ഇത് വ്യക്തമായി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുകയും വിടുതൽ പ്രാപിച്ചാൽ സംഭവിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ എന്താണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. നമുക്ക് അപ്പോസ്തലനായ പൗലോസിനെ ഒന്ന് പരിചയപ്പെട്ട് അവൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ അതിൻ്റെ 7-ാം അധ്യായത്തിൽ പൗലോസ് തൻ്റെ അവസ്ഥയെപ്പറ്റി പറയുന്നു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ അരിഷ്ട മനുഷ്യൻ. എന്താണ് അദ്ദേഹത്തിൻ്റെ അരിഷ്ടത? അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു വലിയ വടംവലി നടക്കുകയാണ്. നന്മ തിന്മകളെ പറ്റിയുള്ള തിരിച്ചറിവുണ്ട്. ചെയ്യേണ്ട നന്മ എന്താണെന്നും ചെയ്യരുതാത്ത തിന്മ എന്താണെന്നും വ്യക്തമായിട്ട് അറിയാം. അറിയുന്ന നന്മ ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ ചെയ്തു വരുമ്പോൾ വെറുക്കുന്ന തിന്മയും തിന്മ ചെയ്യുകയും താല്പര്യമുള്ള നന്മ ചെയ്യാതെയും ആയിത്തീരുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ. ഇത് ശരീരത്തിൻ്റെയോ മനസ്സിൻ്റെയോ മാത്രം സോക്കേടല്ല, ഇത് വ്യക്തിത്വത്തിൻ്റെ ആകമാനമായ രോഗമാണ് എന്ന് നാം തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. ഇനിയും സാഹിത്യത്തിലേക്ക് നിങ്ങളെ അല്പം ഒന്ന് ക്ഷണിക്കട്ടെ. നിങ്ങളുടെ അനേകം പേർക്ക് പരിചയമുള്ളതാണ് ഷേക്സ്പിയറുടെ ജൂലിയസ് സീസർ എന്ന നാടകം. അതിനകത്ത് ബ്രൂട്ടസ് എന്ന ഒരു കഥാപാത്രമുണ്ട്. ബ്രൂട്ടസിനെ പറ്റി പറയുന്നത്, ഹീ ഈസ് അറ്റ് വാർ വിത്ത് ഹിംസെൽഫ്. അവനോട് തന്നെ, അല്ലെങ്കിൽ അവനിൽ തന്നെ ഒരു യുദ്ധക്കളമാണ്. തൻ്റെ സുഹൃത്തായ സീസറിനെ കൊല്ലണമോ വേണ്ടയോ, കൊല്ലണമോ വേണ്ടയോ, അത് ചെയ്യണമോ ചെയ്യണ്ടായോ. ഇത് മനുഷ്യൻ്റെ, ലോകത്തെമ്പാടുമുള്ള മനുഷ്യൻ്റെ അവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ മനുഷ്യൻ അവൻ്റെ വ്യക്തിത്വത്തിൽ ആരോഗ്യം അനുഭവിക്കുന്നില്ല. അങ്ങനെ അവൻ്റെ ഉള്ളിൽ തന്നെ അവൻ ശിഥിലീകരിക്കപ്പെട്ട അവസ്ഥയിലാണ്. അതാണ് പൈശാചികമായ മർമ്മമെന്ന് യേശു യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അത് മനുഷ്യൻ്റെ ആന്തരികമായ അവസ്ഥയിൽ പൈശാചികമായ മർമ്മം പ്രവർത്തിച്ചാൽ അവൻ്റെ വ്യക്തിത്വത്തിൽ സംഭവിക്കുന്ന ശിഥിലീകരണത്തെയാണ് പ്രത്യേകമായി സൂചിപ്പിക്കുന്നതെന്ന് സാധാരണ പരാമർശിക്കപ്പെടാറില്ല. പൈശാചികമായ മർമ്മം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതിൻ്റെ ഫലമായി നമ്മുടെ വ്യക്തിത്വത്തിന് അനിവാര്യം ആവശ്യമായ സമന്വയം, ഇൻറ്റഗ്രേഷൻ, വൺനെസ്, യൂണിറ്റി, കോഓർഡിനേഷൻ ഇതൊന്നുമില്ലാതെ നമ്മൾ കാക്കയെറിഞ്ഞ കല്ലുകൾ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഊർജം ഒരു നല്ല ലക്ഷ്യത്തിൽ കേന്ദ്രീകരിച്ച് അതിനെ നിരന്തരം പിന്തുടരുന്ന ആരോഗ്യമുള്ള അവസ്ഥയിലല്ല നാം വസിക്കുന്നത്. ഇപ്പം മിക്കവാറും ആളുകൾ ഈ ഒഴുക്കിൽപ്പെട്ട ചത്ത മീനെ പോലെ അവിടെയും ഒഴുകി ഇവിടെയും ഒഴുകി, അല്ലെങ്കിൽ ഒഴുക്കിൽപ്പെട്ട പാഴ്ത്തടിയെ പോലെ അവിടെയും മുട്ടി ഇവിടെയും മുട്ടി പോവുകയാണ്. അതുകൊണ്ട് നമ്മുടെ വ്യക്തിത്വത്തിൽ വേണ്ട ഊർജമോ ശക്തിയോ ആരോഗ്യമോ സൗന്ദര്യമോ ഇല്ല എന്നത് ആരും പ്രത്യേകമായി പൊതുവായി സമ്മതിക്കത്തില്ല. എങ്കിലും ഓരോരുത്തരും അവരുടെ ഹൃദയത്തിൻ്റെ അന്തരംഗത്തിൽ അനുഭവിക്കുന്ന അരിഷ്ടത തന്നെയാണ്. ഈ ഒരു അവസ്ഥയിൽ നിന്ന് മനുഷ്യന് വിടുതൽ പ്രാപിക്കേണ്ട ആവശ്യമുണ്ട്. അതിൻ്റെ മർമ്മം എന്താണ് എന്ന് ബഥനിയിലെ ഒരു കുടുംബത്തിലെ 2 സഹോദരിമാരോടുള്ള ആ യേശുവിൻ്റെ സംഭാഷണത്തിൽ കൂടെ
വെളിപ്പെട്ട് വരുന്നത് നമുക്ക് അല്പം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. മാർത്തയുടെയും മറിയയുടെയും ഭവനം. മാർത്തയും മറിയയും തമ്മിൽ ഒരു വലിയ വ്യത്യാസമുണ്ട് എന്ന് യേശു പറയുകയാണ്. എന്താണ് വ്യത്യാസം? മാർത്തയോട് യേശു പറയുന്നത്, മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി വ്യസനിച്ചിരിക്കുന്നു, അല്പമേ വേണ്ടു, അല്ല ഒന്ന് മതി. ഈ ലോകം നിന്നെ പരിശീലിപ്പിച്ചിരിക്കുന്നത്, ഈ ലോകം നിന്നെ ധരിപ്പിച്ചിരിക്കുന്നത് ഈ പലവിധമായ കാര്യങ്ങളുടെ പുറകെ ഓടണം. നിന്റെ ജീവിതം നിയന്ത്രിക്കുന്നത് നീ അതല്ല, നിന്റെ സമൂഹം നിനക്ക് നൽകുന്ന ചില മാനദണ്ഡങ്ങളും അറിവുകളും ലക്ഷ്യങ്ങളുമൊക്കെയാണ്. അത് പൂർത്തീകരിക്കാനായിട്ട് നീ തത്രപ്പെടുകയാണ്. അതിനകത്തൊന്നും ഒരു കാര്യവുമില്ല. നമുക്കറിയാം, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ഭാരത്തിൻ്റെ ഒരു മർമ്മം ഇവിടെയാണ്. യഥാർത്ഥത്തിൽ നാം ആരും നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ആധികാരിക അനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത്, ജീവിക്കുന്നത്, നമ്മുടെ മുൻഗണനകൾ തീരുമാനിക്കുന്നത്. സമൂഹം എന്ത് പറയും, സമൂഹം എന്ത് പറയും, അങ്ങനെ ചെയ്തില്ലെങ്കിൽ, ഈ ഒരു മാനദണ്ഡം പാലിച്ചില്ല എങ്കിൽ, ഈ ഒരു നിലവാരം കാത്തു സൂക്ഷിച്ചില്ല എങ്കിൽ സമൂഹം എന്ത് പറയും. ഇപ്പോൾ ഞായറാഴ്ച പള്ളിയിൽ പോയില്ല എങ്കിൽ അച്ഛൻ എന്ത് വിചാരിക്കും, മെത്രാൻ അറിഞ്ഞാൽ അദ്ദേഹം എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഇന്ന വിശ്വാസി അറിഞ്ഞാൽ എന്ത്. അപ്പോൾ എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇന്നലെ ഒരു വളരെ പ്രശസ്തനായ ഒരു ഡോക്ടർ ഞാൻ വളരെയധികം സ്നേഹിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്ന ഒരു ഡോക്ടർ എന്നെ സന്ദർഭം. അപ്പോൾ അദ്ദേഹം ക്യാൻസർ രോഗികളെ പറ്റി സംസാരിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞത്, നമ്മുടെ ഇടയിൽ ആർക്കെങ്കിലും ക്യാൻസർ ബാധിച്ചാൽ അത് പൊതുവിൽ സമ്മതിക്കാൻ എല്ലാവർക്കും മടിയാണ്. എല്ലാവരും അത് ഗോപ്യമായിട്ട് ഒളിച്ചു വരും. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യം തന്നെ നശിച്ചു പോകും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ക്യാൻസർ ഉണ്ടെങ്കിൽ ക്യാൻസർ ഉണ്ട്. പല ക്യാൻസറുകളും ചികിത്സിച്ച് ഭേദമാകും, ചിലതൊക്കെ ഭേദമാകത്തില്ല. ഒരു വർഷത്തിനുള്ളിൽ 2 വർഷത്തിനുള്ളിൽ മരിച്ചു പോകും. അത് പ്രകൃതിയുടെ നിയമമാണ്. അത് സ്വീകരിക്കാൻ എന്താണ് മനുഷ്യർക്ക് പ്രയാസം എന്ന് അദ്ദേഹം ചോദിക്കുകയും ചിന്തിപ്പിക്കാൻ ഇടയാക്കിയതൊക്കെ ഞാൻ ഈ സമയത്ത് ഓർത്തു പോവുകയാണ്. അപ്പോൾ മറ്റുള്ളവരെന്ത് പറയും എന്ന ഈ ഒരു വേവലാതിക്ക് നാം അടിമകളാണ്. ഇത് വ്യക്തിത്വത്തിൽ ആരോഗ്യമില്ലാത്തൊരവസ്ഥയെ സൂചിപ്പിക്കുന്നു എന്ന് തിരിച്ചറിയാൻ വലിയ ഉണ്ടാകേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് നാം യേശുവിനെ നോക്കുമ്പോൾ അവൻ്റെ വ്യക്തിത്വത്തിൽ ഒരു വലിയ ആരോഗ്യം, ഒരു വലിയ ശക്തി, ഒരു വലിയ വെളിച്ചം, ഒരു വലിയ പ്രഭ. അതെന്താണ്? വ്യക്തിത്വത്തിൻ്റെ സകല ഊർജവും ഏകീകരിക്കപ്പെട്ട് അത് ദൈവഹിതം ഈ ലോകത്തിൽ നിർവഹിക്കുക എന്ന ഏക ലക്ഷ്യത്തിൽ പരിപൂർണമായി കേന്ദ്രീകരിക്കപ്പെട്ട ജീവിതത്തിൻ്റെ വിവിധ അവസ്ഥകളോട് പ്രതികരിക്കുമ്പോൾ മനുഷ്യ വ്യക്തിത്വം അതിൻ്റെ ആരോഗ്യത്തിൻ്റെ മനോഹാരിതയിൽ, ആരോഗ്യത്തിൻ്റെ ഊർജത്തിൽ ഒരു യാഥാർത്ഥ്യമായി തീരുന്നു. അത് പ്രാപിക്കുക എന്നതായിരിക്കണം മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുൻകരുതൽ, പ്രയോറിറ്റി എന്നതാണ് സുവിശേഷത്തിൽ കൂടെ നമുക്ക് മനസ്സിലാകാനില്ല. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി പലവിധമായ ചിന്തകൾ, ലക്ഷ്യങ്ങൾ, അത് മുഴുവനും മറ്റുള്ളവർ പറയുന്നത്, മറ്റുള്ളവർ എന്ത് പ്രതീക്ഷിക്കുന്നു എന്നതിനെ മാത്രം ലാക്കാക്കി അല്ലെങ്കിൽ പരിഗണിച്ച് നാം ഇപ്രകാരം ദിനരാത്രങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുന്നു എന്നത് തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇത് പല വിധത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് നമ്മുടെ മതജീവിതത്തിൽ കപടഭക്തി ഉണ്ടാകുന്നത് എങ്ങനെയാണ്? മനസ്സിൻ്റെ ഒരു ഭാഗം കൊണ്ട് ദൈവത്തെ സ്നേഹിക്കണം, അറിയണം. മറ്റേ ഭാഗം കൊണ്ട് മറ്റുള്ളവരെ ഒന്ന് ഇംപ്രസ് ചെയ്യിക്കണം, ഒന്ന് ബോധ്യപ്പെടുത്തണം. അങ്ങനെയാണല്ലോ ഭക്തി അഭിനയിക്കുക. ആരുടെ മുമ്പിൽ വന്നാൽ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ സത്യസന്ധതയിൽ നമുക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം 100% നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രാർത്ഥിക്കരുത്. നിങ്ങൾ മറ്റുള്ളവരിയ്ക്കുമ്പോൾ പ്രാർത്ഥിച്ചാൽ അത് പ്രാർത്ഥനയായിരിക്കത്തില്ല, അത് ഒരു നാടകമായിരിക്കും, ഒരു അഭിനയമായിരിക്കും, ഒരു പെർഫോമൻസ് ആയിരിക്കും. അത് ദൈവത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ദൈവ സാന്നിധ്യത്തിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാനായിട്ട് പ്ലേയിങ് ടു ദ ഗാലറി എന്ന് ഇംഗ്ലീഷിൽ പറയും, അങ്ങനെ പ്രാർത്ഥിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് യേശു വ്യക്തമായി പറഞ്ഞിട്ടും നമ്മൾ ലേശം അതനുസരിക്കത്തില്ല. 4 പേര് ഉണ്ടെങ്കിൽ 4 പേരെന്നെ ശ്രദ്ധിച്ചാൽ മാത്രമേ പ്രാർത്ഥന വെളിയിലോട്ട് വരത്തുള്ളൂ എന്ന ഒരു ദുരവസ്ഥയിലാണ് നാം. അപ്പോൾ മതത്തിൽ പൊതുവായി സ്ഥിതി ചെയ്യുന്ന ഈ കപടഭക്തി, അത് പുരോഹിതന്മാരെ യേശു പരിഗണിക്കുമ്പോൾ യേശുവിൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് കപടഭക്തി എന്ന ഈ ഒരു സാധ്യതയാണ്.
മത്തായിയുടെ സുവിശേഷം 21 അധ്യായം വായിച്ചാൽ നിങ്ങൾക്കത് വ്യക്തമായി മനസ്സിലായി. ഞാൻ കൂടുതലായിട്ട് അതിനെ പ്രതിപാദിക്കുന്നു. വ്യക്തികളുടെ അവസ്ഥ നോക്കുമ്പോൾ അവൻ്റെ സാമൂഹ്യമായ അവസ്ഥയിൽ അവൻ അനുഭവിക്കുന്ന അന്യത്വം, അതിൻ്റെ ഏറ്റവും ശക്തമായ പ്രതീകമാണ് ഈ കുഷ്ഠരോഗം എന്നുള്ളത്. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ലെപ്രസി എമൗണ്ട്സ് ടു സോഷ്യൽ ഡെത്ത്. അവൻ സമൂഹത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുകയാണ്. ഞാൻ കൂടുതൽ അതിനെപ്പറ്റി പറയുന്നത്, നിങ്ങൾ ലേവ്യ പുസ്തകം വായിച്ച് നോക്കിയാൽ വളരെ വ്യക്തമായി അതിനെപ്പറ്റിയുള്ള വിവരണങ്ങളുണ്ട്. അതിശയിപ്പിക്കുന്ന വിവരണങ്ങളുണ്ട്. ഒരു കുഷ്ഠരോഗി എങ്ങനെ ആയിരിക്കണമെന്നും എങ്ങനെ നിൽക്കണമെന്നും നടക്കണമെന്നും എന്ത് ദൂരം പാലിക്കണമെന്നും ഒക്കെ. സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ ഈ കോവിഡ് വരുന്നതിന് മുമ്പ് ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അത് ലേവ്യ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ ഈ കീറി മുറിക്കപ്പെട്ട അവസ്ഥ, അതിൻ്റെ സാമൂഹ്യമായ തലം, ദ സോഷ്യൽ ഡയമെൻഷൻ ഓഫ് ദി ഫ്രാഗ്മെൻറ്റഡ് ആൻഡ് ഡിവൈഡഡ് എക്സിസ്റ്റൻസ് ഓഫ് ഇൻഡിവിജ്വൽസ്, ഇതാണ് നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. നമുക്ക് രാഷ്ട്രീയമായി നോക്കുമ്പോൾ അടിച്ചമർത്തപ്പെട്ട ജനം, നമുക്കറിയാം യഹൂദർ അന്ന് റോമൻ നുകത്തിൻ്റെ കീഴിലായിരുന്നു. അവർക്ക് രാഷ്ട്രീയമായ സ്വാതന്ത്ര്യമില്ലായിരുന്നു. അവരിൽ തന്നെ അന്യവൽക്കരിക്കപ്പെട്ടവർ. രാഷ്ട്രീയമായി തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യമില്ലാതെ, അവരുടെ കാര്യങ്ങൾ നിശ്ചയിക്കാനുള്ള അവകാശമില്ലാതെ മറ്റ് അന്യശക്തികളുടെ അടിമത്വത്തിൽ അവർ കഴിഞ്ഞിരുന്നു. അത് ഈ ഒരു അവസ്ഥയുടെ മറ്റൊരു ഭാഗമാണ്. അതുകൊണ്ടാണ് പൊളിറ്റിക്കൽ ഫ്രീഡം ഈസ് സോ ഇമ്പോർട്ടൻറ്റ് ഫോർ ഹ്യൂമൻ ഹെൽത്ത് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇനി മൂന്നാമതായിട്ട്, ഓരോ വ്യക്തിക്കും അവൻ്റെ മാനസികമായ അവസ്ഥയിൽ ആരോഗ്യം ആവശ്യമാണ്. ഞാൻ ആദ്യം അത് സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ബ്രൂട്ടസ് വാസ് ഡിവൈഡഡ് വിത്തിൻ ഹിംസെൽഫ്. അവൻ്റെ ഉള്ളിൽ തന്നെ പൈശാചികമായ അവസ്ഥയിലാണ്. പിശാച് വരുന്നത് ഉള്ളിൽ ശുദ്ധീകരണം ഉണ്ടാക്കാനാണ് എന്ന് നാം കണ്ടു കഴിഞ്ഞു. ആ അവസ്ഥയിലാണ് ബ്രൂട്ടസ്. മറ്റെല്ലാ കാര്യത്തിൽ നോക്കുമ്പോൾ മാഹാത്മ്യമുള്ള ഒരു വ്യക്തിയാണെങ്കിലും അവൻ്റെ ആന്തരികമായ അവസ്ഥ ഒരു ശോചനീയമാണ്. അത് അപ്പോസ്തലനായ പൗലോസിൻ്റെ അവസ്ഥ അപ്രകാരമായിരുന്നു. ഇങ്ങനെ നാനാവിധമായ വിധത്തിൽ നാം പരിഗണിച്ചാൽ നമ്മുടെ അവസ്ഥ രോഗാതുരമാണ്. ആ പേഴ്സണാലിറ്റി ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് സീരിയസ് ഇൽനെസ്. ഇത് മനസ്സിലാക്കിയേ മതിയാകുകയുള്ളൂ. ഇതിൻ്റെ മൂല കാരണം എന്താണെന്നും ഇതിൻ്റെ പ്രതിവിധി എന്താണെന്നും യേശു പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുൻപ് ഈ വിഷയത്തെ വളരെ മനോഹരമായി കൈകാര്യം ചെയ്തൊരു പുസ്തകത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തട്ടെ. അത് ഏതാണ്ട് 220 വർഷങ്ങൾക്ക് മുൻപ് 200 വർഷങ്ങൾക്ക് മുൻപ് ജർമ്മനിയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ദി വേ ടു ബ്ലെസ്സഡ് ലൈഫ്, ദ വേ ടു ബ്ലെസ്സഡ് ലൈഫ്, അതായത് ജോഹാൻ ഗോട്ട്ലീബ് ഫിഷ്ത് എന്ന് പറയുന്ന ദാർശനികൻ, ഫിലോസഫർ എഴുതിയ അതിമനോഹരമായ വളരെ ചിന്തോദ്ദീപകമായ ഒരു പുസ്തകമാണ് ദ വേ ടു ബ്ലെസ്സഡ് ലൈഫ് എന്നുള്ളത്. നിങ്ങൾ കഴിയുമെങ്കിൽ ആ പുസ്തകം വായിക്കുക. അല്പം ക്ലേശമുള്ള വായനയായിരിക്കും, പക്ഷേ കാര്യമായ ആശയങ്ങൾ, ആഴമേറിയ ആശയങ്ങൾ സംഗ്രഹിക്കാനിടയാണെങ്കിൽ അല്പം ക്ലേശിക്കണമെന്നത് ഒരു നിയമം തന്നെയാണ്. അതിനുള്ള സന്മനസ് നിങ്ങൾക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 2 സാധ്യതകളുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ടു ലിവ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് വേഗ്രൻസി എമംഗ് ദ മെനി. അതാണ് ഒന്നാമത്തെ. അതായത് പലവിധമായ കാര്യങ്ങൾ, ഇപ്പം മാർത്തയുടെ അനുഭവം വെച്ച് നോക്കുമ്പോൾ പലതിനെ ചൊല്ലി ഇങ്ങനെ ബേജാറാവുന്നു. കോഴിക്കോടൻ ഭാഷയിൽ പറഞ്ഞാൽ ബേജാറാകുന്നു. എന്നാൽ അതിൽ വ്യത്യസ്തമായി ഒന്നിനെ കേന്ദ്രീകരിച്ച് യേശു പറയുന്നില്ലേ, നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിൽ നമുക്ക് 2 സാധ്യതകളാണ്. ഒന്നിൽ നാം യേശുവിൽ, അദ്ദേഹം ദൈവത്തിൽ വസിക്കുന്നു. 2 നാം ലോകത്തിൽ വസിക്കുന്നു. ഇതിനുള്ള വ്യത്യാസം എന്താണ്? ലോകം അനേകമാണ്. The world is a domain of multiplicity, variety, diversity and differences. ഇവിടെ ഒന്നിൻ്റെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കാൻ സാധ്യമല്ല. അങ്ങനെ ഒരു കേന്ദ്ര ബിന്ദുവായി ഞാൻ നിൽക്കുമെന്ന് പറഞ്ഞ് ചരിത്രത്തിൽ തലയുയർത്തി വന്ന പല സ്വേച്ഛാധിപതികളും മണ്ണടിഞ്ഞു പോയി എന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു നിലനിൽക്കുന്ന ഒരു കേന്ദ്ര ബിന്ദു ഈ ലോകത്തിലില്ല. കാരണം ഈ ലോകം വൈവിധ്യങ്ങളുടെയും വൈരുദ്ധ്യങ്ങളുടെയും കേളീരംഗമാണ്. നാം ഈ ലോകത്തെ മാത്രം പരിചയപ്പെട്ട് അതിൻ്റെ മർമ്മങ്ങളിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുമ്പോൾ പലതിനെ ചൊല്ലി വ്യസനിക്കുന്ന, പലതിൻ്റെയും പുറകെ ഓടി ഓടി തളർന്നു വീണ് മരിച്ചു പോകുന്ന അവസ്ഥ അനിവാര്യമാണ്. എന്നാൽ ബഹുഭൂരിപക്ഷം ആളുകളും ഇതിന് മാത്രമാണ് ശ്രമിക്കുന്നത്. അതിൽ ചിലരൊക്കെ നേരിയ തോതിൽ വിജയം പ്രാപിക്കുന്നു. ബഹുഭൂരിപക്ഷം ആളുകളും വീണ്
ഉണങ്ങി വീണ് നശിച്ചു പോകുന്നു, കരിയില പോലെ ഉണങ്ങിപ്പോകുന്നു. അവർ ജീവിത സാഫല്യം എന്ന സന്തോഷം അനുഭവിക്കാതെ കടന്നു പോകുന്നു. ഇതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി അബൈഡിങ് ഇൻ ദ വൺ, അവിടെ ഫിഫ്ത്ത് പറയുന്നത് ദ വൺ, ദി വൺ, THE, T ക്യാപിറ്റൽ ലെറ്ററും 1ONE, അത് O ക്യാപിറ്റൽ ലെറ്ററുമാണ്. അത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദാർശനികമായ ഭാഷയിൽ ദി വൺ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഭാഷയിൽ മതപരമായ ഭാഷയിൽ പറയുമ്പോൾ ദൈവത്തിൽ, ഇപ്പോൾ ഹിന്ദുക്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ ബ്രഹ്മാവിൽ, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ അള്ളാവിൽ വസിക്കുന്നു. ആ ഒന്നിൽ കേന്ദ്രീകരിക്കും. അപ്പം അതാകുമ്പോൾ നമുക്ക് സമാധാനമുണ്ട്, കേന്ദ്രീകരിക്കാൻ സാധിക്കും, നമുക്ക് അങ്കലാപ്പില്ലാതെ. അതുകൊണ്ട് ദൈവം നമ്മുടെ സങ്കേതവും അഭയവുമാകുന്നു. ലോകം ഒരിക്കലും നമുക്ക് ആ തരത്തിലുള്ള സ്റ്റെബിലിറ്റിയോ സമാധാനമോ സുരക്ഷിതത്വമോ നൽകുകയില്ല. അത് പാലിക്കണമെങ്കിൽ ദൈവം നമ്മുടെ ഭവനമാണ്, നമ്മുടെ അഭയമാണ് എന്ന അവസ്ഥയിൽ, ആ മനോഹാരിതമായ അവസ്ഥയെ യേശു വെളിപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു എന്ന് പറയുന്ന അവസ്ഥയാണ് ജോഹാൻ ഗോട്ട്ലീബ് ഫിസ്റ്റ് തൻ്റെ പുസ്തകത്തിൽ അബൈഡിങ് ഇൻ ദി വൺ എന്ന ആശയത്തിൽ അവതരിപ്പിക്കുന്നു. അങ്ങനെ നാം ആയിത്തീരുമ്പോൾ നാം ദൈവത്തിലും, നാം അനേകമായതിൻ്റെ പുറകെ ഇങ്ങനെ വാലിൽ തീ പിടിച്ച പോലെ ഓടിക്കൊണ്ടേയിരിക്കുമ്പോൾ നാം ലോകത്തിലും വസിക്കുന്നു. അബൈഡിങ് ഇൻ ദ വേൾഡ് വേഴ്സസ് അബൈഡിങ് ഇൻ ഗോഡ്, ഈ വ്യത്യാസം മനസ്സിലാക്കും. അപ്പോൾ ഫിഫ്ത്ത് പറയുന്നത്, നിങ്ങൾ ഈ അനേകമായതിൻ്റെ പുറകെ ഓടിക്കൊണ്ടേയിരിക്കുമ്പോൾ ഓരോ സമയവും നിങ്ങൾ എന്തിനോടാണ് ബന്ധം പുലർത്തുന്നത് എന്നതിൻ്റെ സ്വഭാവത്തെ അനുസരിച്ച് നിങ്ങളെ തന്നെ മാറ്റിമറിച്ച് കൊണ്ടേയിരിക്കേണ്ട ആവശ്യമുണ്ട്. അത് മനസ്സിലാക്കാൻ പ്രയാസമൊന്നുമില്ല. നമ്മൾ സാമൂഹികമായ പരിഗണനയ്ക്ക് അടിമകളാണെങ്കിൽ, നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഉൾക്കാമ്പ് ശോഷിച്ചു പോയെങ്കിൽ, അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അവർ ഏത് സമയത്ത് ആരുടെ കൂടെ ആയിരിക്കുന്നു അവരവരെ പോലെ ആയിരിക്കും. ഇവരെ ഞാൻ വേറൊരു വീഡിയോയിൽ മാനുഷികമായ ഓന്തുകളാണ്, മത ഓന്തുകളാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പെന്തക്കോസ്തുകാരുടെ കൂടെ ആണെങ്കിൽ പെന്തക്കോസ്തുകാർ, CSIയുടെ ഒരു റിട്ടയർഡ് ബിഷപ്പ് ഉമ്മൻ ജോർജ് റിട്ടയറൊക്കെ ചെയ്ത് കഴിഞ്ഞ് പെന്തക്കോസ്തുകാരുടെ ചെന്നപ്പോൾ പെട്ടെന്ന് അദ്ദേഹം മറുഭാഷ പറയാൻ തുടങ്ങി. CSIക്കാരുടെ ബിഷപ്പായിരുന്നു, അദ്ദേഹത്തിന് രോഗമില്ലാത്ത കാരണം അവിടെ ഇത് വില പോകത്തില്ല. പക്ഷെ പെന്തക്കോസ്തുകാരുടെ അടുത്തൊരു കസേര പിടിക്കണമെങ്കിൽ മറുഭാഷ പറയണം, അവിടെ പോയി മറുഭാഷ കീച്ച്. ഇതാണ് ഇത്രയുള്ള ഇന്നത്തെ കാര്യം. കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിലാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇഷ്ടപ്പെടുന്ന ഭാഷ നമ്മൾ സംസാരിക്കും. നിരീശ്വരവാദികളാണെങ്കിൽ അങ്ങനെ തന്നെ, തെമ്മാടികളാണെങ്കിൽ തെമ്മാടി. ഒരിക്കലും എനിക്ക് ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള വലിയ വലിയ അനുമോദനങ്ങളുടെ ഒരു കാര്യം, ഒരാൾ എന്നോട് പറഞ്ഞു, സാറിൻ്റെ കൂടെ സംസാരിക്കുമ്പോൾ തറ വർത്തമാനം പറയാൻ പ്രയാസമാണ് എന്ന് പറയും. അത് ഒരു വലിയ ഒരു സർട്ടിഫിക്കറ്റായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. നാം ഒരു വ്യക്തിയുടെ വില തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ആ വ്യക്തിയുടെ കൂടെ ആയിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണർന്നു വന്ന് പ്രവർത്തിക്കുന്ന വികാരം, ലക്ഷ്യം, താല്പര്യം എന്താണ്? ആ വ്യക്തിയുടെ സാമീപ്യത്തിൽ നാം അനുഭവിക്കുന്ന അവസ്ഥ എന്താണ്? അത് മനസ്സിലാകുന്നതിന് വേണ്ടി യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശു ശമര്യക്കാരി സ്ത്രീയെ കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ കണ്ടുമുട്ടുന്ന ആ സന്ദർഭം, 6 പുരുഷന്മാർ അവളെ കണ്ടുമുട്ടിയതാണ്. അതുകൊണ്ട് അവളുടെ ജീവിതം അധപ്പതനത്തിൽ നിന്ന് കൂടുതൽ അധപ്പതനത്തിലേക്ക് പോയി എന്ന് അവിടെ പറയുന്നുണ്ട്. എന്നാൽ അവളുടെ ജീവിതത്തിൽ ആദ്യമായി അതിൽ നിന്ന് വ്യത്യസ്തമായൊരു പുരുഷനെ കണ്ടപ്പോൾ അവളുടെ ഉള്ളിൽ അന്ന് വരെ മരിച്ച് നിർജീവമായിരുന്ന മനുഷ്യത്വത്തിൻ്റെ മാഹാത്മ്യം ഉണർന്നു വരുന്ന മനോഹരമായ ഒരു ചിത്രമാണ് അവിടെ കാണുന്നത്. അതാണ് വ്യക്തിത്വത്തിൻ്റെ ആരോഗ്യം, വെളിച്ചമുള്ള വ്യക്തിത്വം എന്നൊക്കെ പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്. നാം മറ്റൊരു വ്യക്തിയുടെ കൂടെ ആയിത്തീർന്നാൽ നമ്മുടെ സാമീപ്യം കൊണ്ട് ആ വ്യക്തിയുടെ ഉള്ളിൽ നീചമായ വികാരവും താല്പര്യവും ജനിക്കുമോ? അല്ല ആ വ്യക്തിയുടെ ഉള്ളിൽ ഉന്നതമായ ചിന്തകളും താല്പര്യമോ ഉദിക്കുമോ? ഇതാണ് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ആരോഗ്യം എത്രമാത്രമാണ് എന്ന് തെളിയിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകം. അതുകൊണ്ട് ഈ ഒരു തലത്തിലേക്ക് നമുക്ക് വളരാൻ ആവശ്യമുണ്ട്. പക്ഷേ വളരാൻ സാധിക്കണമെങ്കിൽ
നമ്മുടെ വ്യക്തിത്വത്തിലും നമ്മുടെ ജീവിതത്തിലും ഒരു പരിപൂർണമായ ഒരു റീഓറിയൻറ്റേഷൻ്റെ ആവശ്യമുണ്ട്. നാം ഇപ്പോൾ ലോകത്തിലേക്ക് തിരിഞ്ഞ് ലോകത്തിൻ്റെ മർമ്മമനുസരിച്ച് ലോകത്തിൻ്റെ താല്പര്യങ്ങളനുസരിച്ചാണ് ഓടുന്നത്. ആ ഓട്ടത്തിൽ കൂടുതൽ നേട്ടം കൈവരിക്കാനും ആ ഓട്ടത്തിൻ്റെ കോട്ടം നമ്മളെ കൂടുതൽ തട്ടാതിരിക്കാനും വേണ്ടി നമ്മൾ വൃഥാ ദൈവത്തിൻ്റെ പേരെടുക്കുന്നു എന്ന് മാത്രമേ നമ്മുടെ കപടഭക്തി കൊണ്ട് അർത്ഥമാകുന്നുള്ളൂ എന്നതാണ് ഇതിനകത്തെ പച്ച പരമാർത്ഥം. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ലോകത്തെ ലാക്കാക്കി ഓടുന്നതിന് പകരം യേശുവിൻ്റെ വ്യക്തിത്വത്തെ അനുകരിച്ച് അവനെപ്രകാരം പിതാവായ ദൈവത്തോട് താതാത്മ്യം പ്രാപിച്ച് ആ ഏകത്വത്തിൻ്റെ അനുഭവവും അതിൻ്റെ ഊർജവും വെളിപ്പെടുത്തിയോ, അതുപോലെ നാമും ദൈവത്തിൽ വസിച്ച് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ശിഥിലീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് നമ്മുടെ സാധ്യതകൾ മുഴുവനും സമന്വയിച്ച് ദൈവകേന്ദ്രീകൃതമായി നന്മ ചെയ്യുന്നതിനുള്ള താല്പര്യത്തിൽ കേന്ദ്രീകരിച്ച അവസ്ഥ പ്രാപിക്കുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിൽ രോഗശാന്തി സംഭവിക്കുന്നു. അതിനാണ് സൗഖ്യം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ 10 കുഷ്ഠരോഗികൾ ശുദ്ധരായി തീർന്നു. എന്നാൽ ഒരുത്തൻ മാത്രമേ യഥാർത്ഥത്തിൽ സൗഖ്യം പ്രാപിച്ചിട്ടുള്ളൂ. മറ്റോ 9 പേരുടെയും ശരീരം ശുദ്ധമായി. പക്ഷേ ഈ 10ാമത്തവൻ്റെ കാര്യത്തിൽ മാത്രമേ അവൻ്റെ വ്യക്തിത്വത്തിൽ സൗഖ്യം സംഭവിച്ചിട്ടുള്ളൂ എന്നത് നാം മനസ്സിലാക്കി. ക്രിസ്തീയമായ ദർശനത്തിൽ ഈ രോഗ സൗഖ്യ സംബന്ധമായ ചിന്തകൾ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ഡോക്ടേഴ്സിനെയൊക്കെ ഞാൻ ഒത്തിരി അഭിസംബോധന ചെയ്തിട്ടുണ്ട്. ആ കാലമൊക്കെയും അവരെ പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുള്ള ആശയം ഇതാണ്: ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്യൂറിങ് ഡിസീസസ് ആൻഡ് ഹീലിംഗ് പേഴ്സണാലിറ്റീസ്. Healing always takes place in the person, not in the body or mind, in the total person. അതിന് തക്കതായ ശുശ്രൂഷ ചെയ്യാൻ പര്യാപ്തമായ വിധത്തിൽ തങ്ങളുടെ വ്യക്തിത്വത്തെ വളർത്തിയെടുക്കുകയും നിലനിർത്തുകയും ചെയ്യുക എന്നതാണ് ഒരു ക്രിസ്ത്യൻ ഡോക്ടറുടെയും അല്ലെങ്കിൽ ആ മെഡിക്കൽ ടീമിൻ്റെ അംഗങ്ങളായിട്ടുള്ള എല്ലാവരുടെയും കടമ. അത് വൈദ്യശാസ്ത്രത്തിൻ്റെ അറിവുകൾ വളരെ ആവശ്യമാണെങ്കിലും അതുകൊണ്ട് അത് പര്യാപ്തമല്ല. ശാസ്ത്രത്തിൻ്റെ അറിവിനേക്കാൾ അപ്പുറത്തുള്ള ഒരറിവും ഒരു വ്യക്തിത്വവും അച്ചടക്കവും അതിനാവശ്യമാണ് എന്നത് ഈ തരുണത്തിൽ ഞാൻ സാന്ദർഭികമായി ഒന്ന് ഓർത്തു പോകുകയാണ്. ഏതായാലും 2026 ആണ്ടിലെ ഈ നോമ്പ് കാല അനുഭവത്തിൽ, ചിന്തകളിൽ ലോകത്തിലുള്ള എല്ലാ വ്യക്തികളുടെയും അനുഭവം, അവരുടെ വ്യക്തിത്വം രോഗാതുരമാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുകയും എല്ലാവർക്കും ഒന്നുപോലെ തന്നെ വ്യക്തിത്വത്തിൽ രോഗശാന്തി അല്ലെങ്കിൽ സൗഖ്യം പ്രാപിപ്പാൻ ആവശ്യമുണ്ട് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ട് അതിന് ഉതകുന്ന മാർഗം എന്താണ് എന്ന് അന്വേഷിച്ച് അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നമസ്കാരം.